വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നാട്ടിൽ പോവാണ് കേട്ടോ. വി ഹാവ് മെഡിക്കൽ എമർജൻസി. അപ്പൊ ഇന്ന് നമ്മള് നാട്ടിലേക്ക് ബസ് കയറാണ്. 11:15 ബസ് വരുന്നത്. അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ടൈം വരെ വാട്ട് ആർ വി ഗോയിങ് ടു ഡു, അതാണ് നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ്. ആൻഡ് അധികം വലിയ സംഭവങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുള്ളൂ. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് ചായ കുടിക്കാൻ പോകുന്നുണ്ട്. ആദ്യം ഇവിടെ ചായ വെച്ച് പഴംപൊരി ഉണ്ടാക്കാന്നൊക്കെ ആയിരുന്നു വിചാരം. പക്ഷേ അച്ചു പഴം വാങ്ങി വന്നിട്ട് പഴം വരുന്ന വഴിക്ക് കളഞ്ഞുപോയി. വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി ഞാൻ ശ്രദ്ധിച്ചില്ല. പഴംപൊരി ഉണ്ടാക്കാനുള്ള ഒരു ഇത് പോയി. അപ്പൊ പിന്നെ ചായ ഉണ്ടാക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പൊ നമ്മള് പുറത്ത് പോയിട്ട് കഴിക്കാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മൾ പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരും. എന്നിട്ട് വേണം നമുക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഷടപടി നടക്കട്ടെ. ഓക്കെ, എനിക്കൊരു ലെമൺ ടീ. നോ കേക്കാവോ? കേക്കും. നമ്മളിപ്പോ ചായ റെസ്റ്റോറാണ് വന്നിട്ടുള്ളത്, HSR ഉള്ള. നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആകെ 384 രൂപയിലായുള്ളൂ. ഇത്രയായുള്ളൂ. ഞാൻ പറയാൻ വന്നതല്ല, നമ്മൾ ആക്ച്വലി ഈ വീക്ക് നാട്ടിലേക്ക് പോകാനൊന്നും വിചാരിച്ചതല്ല. നെക്സ്റ്റ് വീക്കാണ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതിനുവേണ്ടി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു വൃത്തികെട്ട മെഡിക്കൽ എമർജൻസി വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര വൃത്തികെട്ടാണെന്നും പറയാൻ പറ്റില്ല. എന്തൊരു ഭാഗ്യം, ലക്ക് ഫാക്ടറും ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ സമയമൊന്നും കളയാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാച്ച് നോക്കണം. ഡയറക്ടർ ബ്രില്യൻസ്. അപ്പോൾ നമ്മൾ പോവാണ്. ഇന്ന് 11:15 നമ്മൾ നമ്മുടെ സ്വന്തം റോയൽ റിച്ചിൽ, തറവാട്ട് വക പോലെ സംസാരിക്കണം, റോയൽ റിച്ചിൽ നമ്മൾ പോവും. നാളെ രാവിലെ നമ്മൾ കൊട്ടക്കരെത്തും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് നിങ്ങൾ വ്ളോഗായിട്ട് കാണും. കഴിഞ്ഞു. ഹൗസ് ബൺ മസ്ക കോൾഡ് കോഫി അടിപൊളിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തു. ചീസ് ഓംലെറ്റ്. അടുത്ത സാധനം എന്താ? ലെമൺ ടീ എന്നുള്ളതില്ല. ലെമൺ ടീ കിട്ടിയല്ലോ ഓർഡർ ചെയ്തിട്ട്. എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടില്ലേ നമ്മള്? സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാൻ. What do you think about my situation? We are going to overcome that like പുഷ്പം പോലെ. അയ്യേ, സാധനം വന്നില്ല. പുഷ്പം പോലെ. ബേസിക്കലി ഐ റിയലി ഫീൽ ഞാൻ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഫേവറേറ്റ് ചൈൽഡാണ്. അതെനിക്ക് പണ്ടോട്ടേ തോന്നാറുണ്ട്. കാരണം ഈവൻ ദോ എനിക്ക് ഭയങ്കര പണിയായിട്ട് വരുന്ന കാര്യങ്ങളും അതിൽ ബെസ്റ്റ് ഔട്ട്കം ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. അങ്ങനെയുണ്ട് പൊളിയ. സോ ഇപ്പോൾ ഒക്ടോബറിലൊരു പ്രശ്നം ഉണ്ടായി. ആൻഡ് അത് എൻ്റെ ലൈഫിലെ ഒരു കിഡിലോസ്ക്ക് ചേഞ്ച് എനിക്കത് തന്നു. അതർവൈസ് എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആൻഡ് ഐ കുഡ് ഡു ദാറ്റ്. ദെൻ ലാസ്റ്റ് ജൂണിൽ ഒരു വലിയ പ്രശ്നം വന്നു. ജൂൺ ഓർ ജൂലൈ ഐ തിങ്ക്. And I thought that is a very bad thing that happened to me. But അതിൻ്റെ ഔട്ട്കം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്കം ആയിരുന്നു. ആൻഡ് ഐ എം ഹാവിങ് എ വെരി നൈസ് ലൈഫ് ബിക്കോസ് ഓഫ് ദാറ്റ്. സോ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സാധനവും ഐ തിങ്ക് എനിക്ക് വരാൻ പോകുന്ന ഒരു സാധനത്തിൻ്റെ ഇതായിരിക്കില്ലേ. യെസ്, എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം എൻ്റെ ലൈഫിൽ വരാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, തുടങ്ങി. ഇപ്പൊ കറക്റ്റ് 8:30-9 ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മൾ കുറച്ചധികം ദിവസത്തേക്ക് പോയിട്ട് നാട്ടിൽ നിൽക്കണം എന്നാണ് വിചാരിക്കണേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ലേസി പാക്കിങ് ചെയ്യാൻ പറ്റില്ല. വീട്ടിലിടുന്ന ഡ്രസ്സ്, പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സ്, പരിപാടികൾക്ക് ഇടുന്ന ഡ്രസ്സ്, തണുക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, ചൂടെടുക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, പിന്നെ കോസ്മെറ്റിക്സ്, പിന്നെ എന്തൊക്കെയാ വേണ്ടേ, ആഭരണങ്ങൾ,
അതിനൊക്കെ എടുക്കണം. പിന്നെ ജോബിന്റെ കല്യാണത്തിന് വാങ്ങിയ മറ്റേ സാധനങ്ങളൊക്കെ എടുക്കണം. അതിന് കുറെ പണിയുണ്ട്. 9 നമ്മൾ ഇറങ്ങുമോ എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്, അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടും കൂടി വേണം എനിക്ക് ഇറങ്ങാൻ. അപ്പം ഇറങ്ങില്ല, ഉറപ്പായി അപ്പം ഇറങ്ങൂലടി. ഇല്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് ആക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് വേഗം തുടങ്ങിയാലോ. എനിക്ക് ആദ്യം ട്രോളി എടുത്താ 2 ട്രോളി വേണം. അങ്ങനെ നമ്മുടെ ഫുൾ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പെട്ടി ഈ ബാഗ് ഉണ്ട്, ഈ 2 ബാഗ് വെച്ചുണ്ട്. ഇത് ഓഫീസ് ബാഗ്, ഇതിലെന്തോ ഓഫീസിലെ കാര്യങ്ങൾ. ഈ 2 പെട്ടി ഉണ്ട്. അവനൊരൊറ്റ ബാഗേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഓവർ പാക്ഡ് അല്ല, അവൻ അണ്ടർ പാക്ഡ് ആണ്. എനിക്കൊരു ബാഗിന്റെ ആവശ്യമുള്ളൂ. ഇവൻ വീട്ടിൽ നിന്ന് കണ്ണിന്റെ ഡ്രസ്സ് എടുത്ത് ഇടുന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ എന്തായാലും വീട്ടിലുള്ളതും പുറത്തേക്കുള്ളതും അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഓവർ പാക്കിംഗ് അല്ല, അത് ഇത്രയും കുഞ്ഞിലായിട്ട് സാധനങ്ങളാ. അത് ഇതിൽ മാത്രമേ എന്റെ ഡ്രസ് ഉള്ളൂ. ബുക്കോ 2-3 ബുക്ക്, 2-3 ബുക്കിന് പെട്ടി, പിന്നെ എന്റെ കോസ്മെറ്റിക്സ്, എന്റെ ഹെയർ ഡ്രയർ, മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറെ സ്ഥലം പോകും. അങ്ങനെ എന്താടോ എനിക്കൊരു വെള്ളടിപ്പാടോ അങ്ങനെയുള്ളൂ. അതാണ് ഊബർ ബുക്ക് ചെയ്യണു. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നു, പോകുന്നു. അച്ഛൻ വണ്ടി കൊണ്ടുവരും, ഞാൻ ഊബറിൽ പോകും. എന്നിട്ട് അവിടെ നമ്മൾ ജോയിൻ ചെയ്യും. അവിടെ എന്തെങ്കിലും കഴിക്കണം എന്നാണ്. പക്ഷെ എനിക്ക് വിശക്കണില്ല, അച്ഛനും വിശക്കണില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കണത് നോക്കിയിട്ട്, അതായത് ഒരുമിച്ച് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് സഞ്ജയ് ചേട്ടൻ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബസ് കയറി നാട്ടിൽ പോന്നു. ഇനിയിപ്പോൾ ഇത് വെറുതെ മിസ്സാക്കണ്ട, എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് കറിഞ്ഞതല്ലേ. യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഒന്നും ഇറങ്ങി എണീറ്റപ്പോഴേക്കും നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നാട്ടിലെത്തി അമ്മ ഉണ്ടാക്കിയൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെനിക്ക് സഞ്ജി തന്നതല്ലേ? അതെ, ഇപ്പൊ പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കള്ളന്നിന്റെ ഒക്കെ കിട്ടിയോ? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ബൈ. ഐ ലവ് യു. സൈനോര.